അപ്പൊ ഇത് വെച്ച് നമുക്ക് ഫയർ അടയ്ക്കാൻ പറ്റും. അതിന് സാധനമാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കി മതി എവിടെയാ ഈ പ്രശ്നങ്ങളും കാണാതൊക്കെ. അപ്പൊ കാണുന്നുണ്ടോ? എപ്പോഴും കാണരുത്, കുറച്ചേരം കാണാമല്ലേ? അപ്പൊ ഇതുപോലെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അപകടം ഉണ്ടാവുന്നു. പിന്നെന്താ അപകടം ഉണ്ടാവണം? പിന്നെ നമ്മളെ പുഴയിലും തോട്ടിലും കുളിക്കാൻ പോവാ അല്ലേ? അങ്ങനെ പോകണ്ടോ? തോട്ടിലും പുഴയിലൊക്കെ കുളിക്കാൻ പോകണ്ടോ? ആ, അപ്പൊ നമ്മളെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറയും. എന്ത് ചെയ്യണം? അച്ഛനമ്മമാരെ കൂട്ടിക്കൊണ്ട് പോകണം പോലെ. അപ്പൊ അപകടം അവർ രക്ഷിക്കില്ലേ? അപ്പൊ അപകടം ഉണ്ടാവുമോ? മക്കൾക്ക് അപകടം ഉണ്ടാവുമെങ്കിൽ അച്ഛനോട് നോക്കില്ലേ? ആ, അപ്പൊ അവിടെ അപകടം ഉണ്ടാവില്ലല്ലോ. കൂട്ടുകാർ കൂടി പോകുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അപകടം വിളിക്കാൻ നമ്പർ പറഞ്ഞേ. അല്ലേ? ശരി, ഓക്കെ. അപ്പൊ തീ പിടിച്ചു ഞങ്ങളെങ്ങനെ അറിയണേ? തീ പിടിച്ചു കഴിയുമ്പോ ഫയർ എഞ്ചിൻ വരണ്ട അവിടെ? വരണ്ട? നിങ്ങൾ എടുത്തോ, വെള്ളം വെച്ച് എടുത്തോ? ആണ്. അപ്പൊ ഫയർ എഞ്ചിൻ എങ്ങനെ വരുന്നത്? ഇവിടുന്ന് ഓടിച്ചോണ്ട് വരണല്ലേ? ഫയർമാൻ വരും. ആ ഫയർമാന്റെ പാട്ട് പിടിച്ചല്ല വരും. ഫയർമാൻ എന്തൊക്കെ ചെയ്യണം? ഫയർമാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ. വെള്ളം ഒഴിക്കൂല്ലേ? അപ്പൊ നമുക്ക് അപകടം ഉണ്ടാകുമ്പോൾ ചെയ്യണം. നമ്മൾ ആരെ വിളിക്കണം? ഫയർഫോഴ്സിനെ വിളിക്കണം. അപ്പൊ ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള ഒരു നമ്പർ ഉണ്ട്. നമ്പർ അറിയോ? അല്ലാതെ എങ്ങനെ തീ പിടിച്ചത് അറിയാം? അതായത് തീ പിടിച്ചത് അറിയോ? അപ്പൊ ആ നമ്പർ എത്ര പറയൂ? എന്താ നമ്പർ? ഡയൽ 101 അല്ലേ? അപ്പൊ 101 ഇവിടെ അങ്കിൾമാരും വരും. വണ്ടിയായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫയറിന് നമ്മളെ വെള്ളം ഒഴിച്ചിട്ടോ ഫയർ? വെള്ളം ഒഴിച്ചാൽ ഫയർ കിടും. അത് നിങ്ങൾ ഫയർമാൻ്റെ പണി പഠിച്ചില്ലേ? വേറെ എന്തൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കാതെ എന്തൊക്കെ അപകടങ്ങൾ വേറെ ഉണ്ടാക്കുക? കുട്ടികളെ നമ്മൾ വീടുകളിൽ അപകടം ഉണ്ടാവില്ലേ? അതെന്തൊക്കെ അവിടെ ഉണ്ടാവുക? അപകടം ഉണ്ടായാൽ വിളിക്കാൻ നമ്മളാണ്. എന്താ കാരണം?
മൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊള്ളലൊന്നും നിൽക്കില്ല കേട്ടോ, ചൂടൊന്നും അടിക്കില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. കാണാൻ പറ്റുന്നുണ്ടോ മോന്? ആ കാണാൻ പറ്റും. കാണാൻ പറ്റുന്ന തരത്തിലുള്ള വൈസർ അത്. ഓക്കെ, ഇങ്ങനെ പൊക്കി വെക്കാം. കണ്ടോ? ടീച്ചർമാരെ അടുത്തേക്ക് ഇറങ്ങിയത് കുഴപ്പമില്ല. ഇറങ്ങിയതാ കുഴപ്പമില്ല. കണ്ടോ കണ്ടോ എല്ലാരും കണ്ടു. അപ്പൊ എന്താണ് ഇപ്പൊ ബോട്ട് നമ്മള് മറിയോ അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് നമുക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ധരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ ലൈഫ് ബോയും ലൈഫ് ജാക്കറ്റും മനസ്സിലായിരുന്നു. അപ്പൊ വെള്ളത്തിലുണ്ടാവുന്ന അപകടങ്ങളില് എന്ത് ചെയ്യാം? നമുക്ക് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? ലൈഫ് ബോയ്. കേട്ടോ, ബോയിന്റെ പൊങ്ങി കിടക്കും. പൊങ്ങി കിടക്കാൻ കാരണം പോലീസുകാരിൽ എന്തുണ്ടാവും? ഫീസിലുണ്ടാവും. എന്തിനാ? നമ്മുടെയൊക്കെ കയ്യിലുണ്ടാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? വേറൊരു അപകടം ഉണ്ടാകുമ്പോൾ മുൻകരുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? വിസിലടിച്ച് അറിയിക്കണം. അപ്പൊ ഉടനെ അടുത്തുള്ളവരെ ഓടി നമ്മളെ രക്ഷപ്പെടും. ഫയർ എക്സ്റ്റിങ്യൂഷർ. ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കിത് പ്രവർത്തിപ്പിച്ച്